അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയ കുഞ്ഞുമകൾ ആലിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. നൂറുകണക്കിന് ആളുകളാണ് ആലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ പകലിന് വിട. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശം പകർന്ന കുഞ്ഞുമാലാഖ ഇനി ഓർമ്മ. രാവിലെ 8 മണിയോടെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ ചേതനയേറ്റ മൃതദേഹം വീട്ടിലെത്തിച്ചു. പിതാവ് അരുണും അമ്മ ഷെറിനും അവൾക്കരികിലിരുന്നു. നെടുങ്ങാടപ്പള്ളിയിലെ വാലുമണ്ണിൽ വീട് കണ്ണീർ കടലായി. മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അനുശോചനം അറിയിച്ചു. ആ രക്ഷകർത്താക്കൾ അവരുടെ വേദന കടിച്ചമർത്തുമ്പോഴും മറ്റുള്ളവരെ സംരക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും കാണിച്ച ആ മനോഭാവം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പള്ളിയിലെ ശുശ്രൂഷയിൽ വലിയ ജനത്തിരക്ക് മൂലം സംസ്കാര ചടങ്ങ് നീണ്ടു. മുഖ്യമന്ത്രി നാളെ ആലിന്റെ വീട് സന്ദർശിക്കും. കോട്ടയത്ത് നടന്ന വാഹനാപകടത്തിലാണ് കുഞ്ഞിന്റെ മരണം. അവയവങ്ങൾ സ്വീകരിച്ചവരുടെ ബന്ധുക്കളും സംസ്കാര ചടങ്ങിന് എത്തിയിരുന്നു. മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയ കുഞ്ഞിന്റെ ആത്മാവിനെ തന്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ കാഴ്ചയുടെ ശരീരത്തെ തന്നെ മൗത്തോടെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മെശിഹാ മൂലം തീരാവേദനയിലും പുതുപ്രതീക്ഷ പകർന്ന് 5 കുരുന്നുകളിലൂടെ ആലിൻ ഇനിയും ജീവിക്കും. സമാനതകളില്ലാത്ത പിന്തുണയും പ്രാർത്ഥനയുമാണ് മലയാളികൾ കുടുംബത്തിന് നൽകിയത്. വിഷ്ണു പുതുശ്ശേരിക്കും ക്യാമറമാൻ അനന്തു സുരേഷിനുമൊപ്പം ജോസി ബാബു, മീഡിയ 1, പത്തനംതിട്ട.